സോൻ പാപ്പടി വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്യിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായി 1 കപ്പ് പഞ്ചസാര എടുക്കാം. അത് മുങ്ങുന്നത്രയും വെള്ളം ഒഴിച്ച് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് ഇതൊന്ന് ആദ്യം ഉരുക്കിയെടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇത് വലിച്ച് നീട്ടിയെടുക്കാനുള്ള ഒരു പ്രയാസം കുറയ്ക്കാനായിട്ട് വളരെ കുറച്ച് പഞ്ചസാരയിൽ ആദ്യം ചെയ്ത് നോക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. ഇതൊരല്പം തണുത്തതിന് ശേഷം കട്ട പിടിച്ച് പോകാതിരിക്കാനായിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. പഞ്ചസാര നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് വലിച്ച് നീട്ടിയെടുക്കേണ്ട സ്വീറ്റാണ്. ഇത് പാനിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുന്ന സമയത്ത് കട്ട പിടിച്ച് പോകാതിരിക്കാനായിട്ടാണ് ഈ നാരങ്ങ നീര് ഇതിനകത്തേക്ക് ചേർത്തത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴും നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നെയ്യ് തടവിയ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വയ്ക്കാം. അതിലേക്കാണ് ഇത് കളർ മാറി തുടങ്ങുമ്പോൾ ഒഴിച്ച് ഒരല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കേണ്ടത്. നെയ്യ് തടവുമ്പോൾ പെട്ടെന്ന് ഇത് വിട്ടുപോരാനായിട്ടാണ് നെയ്യ് തടവി വയ്ക്കുന്നത്. പഞ്ചസാര ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ കുറച്ച് വയ്ക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ, വളരെ ചെറുതായിട്ട് ഒരല്പം കൂടി മാറി തുടങ്ങുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് എടുത്ത് വയ്ക്കാം. ഇതൊരല്പം തണുത്തതിന് ശേഷം തറയിൽ കുറച്ച് നെയ്യ് തടവി ഇത് വലിച്ച് നീട്ടിയെടുക്കേണ്ട സൗകര്യത്തിനായിട്ട് തറയിലേക്ക് ഒഴിക്കാം. സെറ്റായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ മടക്കിയെടുക്കണം. ആദ്യം ഒരു ചെറിയൊരു വളയം പോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് തേച്ച് പിടിപ്പിച്ച് മടക്കി എടുക്കേണ്ടത്. ഇത് ചെറിയ കൈ തൊടുമ്പോൾ തന്നെ നല്ലൊരു ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ വലിച്ചു നീട്ടിയില്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടാനായിട്ടുള്ള ഒരു പാകത്തിന് കിട്ടാതെ നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങും. ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു വളയമാക്കിയതിന് ശേഷം 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് പഞ്ചസാരയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പഞ്ചസാരയുടെ ചെറിയ ഒരു നൂലാവുന്നത് വരെ ഇത് മടക്കി എടുത്ത് അവസാനം ഇതിലേക്ക് പിടിച്ചിരിക്കുന്ന കോൺഫ്ലവറൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.